അനശ്വരാജിനെ വെച്ച് പറയുകയാണെങ്കിൽ അടുത്ത ഒരു മഞ്ജുവാരി അല്ലെങ്കിൽ ഉർവശി ആ സ്റ്റൈലിൽ പോവുകയാണ്. ഇന്നലെ രേഖാചിത്രം നല്ല പടമായിരുന്നു. ഇതൊന്ന് രണ്ടും ഡിഫറെൻറ്റ് പടമാണ്. ഇത് കോമഡിയാണ്, എന്നാൽ ത്രില്ലറുമാണ്. നല്ല മെസ്സേജിൻ്റെ ആവശ്യമാണ്. അനശ്വര സ്റ്റണ്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. ആകെ നെഗറ്റീവ് എനിക്ക് തോന്നിയ അച്ഛൻ്റെ കാസ്റ്റിംഗ് ശരിയായില്ല. അല്ലെങ്കിൽ നല്ലൊരു ഫിലിമാണ്. ഒരു ക്രിസ്മസിൽ ഇറങ്ങാൻ പറ്റുന്ന ഫിലിമായിരുന്നു. ഈ വർഷം ഇറങ്ങുന്ന എല്ലാം നല്ല പടങ്ങളാണ്. ഐഡൻറ്റിറ്റി ആണെങ്കിലും ഇപ്പോൾ രേഖാചിത്രമായാലും. രേഖാചിത്രവും ഇത് രണ്ട് ഡിഫറെൻറ്റ് ഫിലിമാണ്. അപ്പോൾ രണ്ടിലും ഉള്ളത് അനശ്വരാജനാണ്. വളരെ കഴിവുള്ള ആക്ട്രസ്സാണ്. ഭാവിയിലൊരു ഉർവശിയോ മഞ്ജുവാരിലോ ആവേണ്ട ആളാണ്. നാച്ചുറൽ ആക്ടിംഗ് ആണ്. അരിസ്റ്റേഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. അരിസ്റ്റേഷൻ നല്ല ആയാലും അർജുൻ അശോകൻ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനും എൻ്റെ ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. താങ്ക് യു. പുണ്യമുള്ള ഒരു എൻ്റർടൈൻമെൻറ്റാണ്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഒരു മൂവിയാണ്. കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രസകരമായ മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട അനശ്വര രാജനാണ്. ഇന്നലെ തന്നെ ഒരു വേറിട്ട ഒരു സിനിമാനുഭവം തന്നിട്ട് ഇതിൽ അനശ്വര വരുമ്പോൾ വേറൊരു ഗെറ്റപ്പിലും വേറൊരു ചേഞ്ച് ഓവറായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അർജുൻ അശോകൻ്റെ നമ്മൾ ട്രെയിലറിലും പോസ്റ്ററിലൊക്കെ കണ്ടുപോലുള്ള ആ ഒരു കോസ്റ്റ്യൂമും പുള്ളിയുടെ ആക്ടിങ് സ്റ്റൈലും എല്ലാം വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു എന്താണ് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് സ്പോയിലറായി പോകില്ല. ചർച്ചിനകത്ത് നടക്കുന്ന ചില കൺഫ്യൂഷൻസും അങ്ങനെയുള്ള അതിന് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷണൽ കോമഡികളാണ് സിനിമയിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബാലു വർഗീസ്, അനശ്വര, അർജുൻ അശോകൻ എന്നിവരുടെ നല്ല മികച്ച പെർഫോമൻസാണ്. അതുപോലെ ആദ്യ ഹാഫിൽ നമുക്ക് തോന്നുന്നു അനശ്വരയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു സാധാരണ സ്റ്റോറി പോലെ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ കഥ മാറുന്നതും കുറച്ചുകൂടെ ഒരു ത്രില്ലർ രീതിയിലേക്ക് സിനിമ മാറുന്നുണ്ട്. 2 മണിക്കൂർ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ചിത്രം, ഒരു കൊച്ചു എൻ്റർടൈനർ എന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് സ്വന്തം കൂടി. ശരിക്കും എൻജോയ് ചെയ്ത സിനിമ. തിയേറ്ററിൽ വന്ന് കാണണം എല്ലാവരും. ആദ്യമായിട്ടാണ് ബാലുവിനെ ഇങ്ങനെ കാണുന്നത് തന്നെ. സോ ബാലു നല്ല രസമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ബാലു പാലക്കാട് ഷൂട്ടിലാണ്, സുമതി വളവിൻ്റെ. അച്ചു അതെ, അച്ചു ഉണ്ട് അവിടെ. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ഷൂട്ട്. അച്ചും അനുവും നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മൂവിയിൽ. സോ ഫാമിലിക്കൊക്കെ എനിക്കൊന്ന് ഇഷ്ടപ്പെടുന്നു തോന്നി. കാരണം ഈ അർജുൻ അശോകൻ വന്നതിന് ശേഷമുള്ള ഒരു പെർഫോമൻസൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം മേക്ക് ചെയ്തേക്കുന്ന അർജുൻ അശോകൻ മേക്ക് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇവർ 3 പേരുള്ള കോംബോ സീൻസുകളൊക്കെ കണ്ടിരിക്കാം, നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ലൊക്കേഷൻസൊക്കെ ഒരു ഇടുക്കി സ്റ്റൈലിലാണ്. അപ്പോൾ ഒരു പള്ളിയുടെ ഒരു ബാക്കപ്പ് സ്റ്റോറിയൊക്കെയാണ് പറഞ്ഞു പോണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. കോമഡി ഉണ്ട്, സസ്പെൻസും ഉണ്ട്. അർജുൻ, ബാലു, അനശ്വര എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഇറ്റ്സ് എ ക്യൂട്ട് മൂവി. താങ്ക് യു. ഇഷ്ടമായോ? ഇഷ്ടമായി. ഒരു ഫൺ ത്രില്ലറാണ്, ഫുള്ളായിട്ട് കണ്ടിരിക്കാം. ഒരു സിമ്പിൾ കോമഡി മിസ്റ്ററി ത്രില്ലർ ഞാൻ പറയുന്നില്ല, പക്ഷെ എന്താ പറയുക, ഒരു പടത്തിലുടനീളം ഒരു മിസ്റ്ററി ഉണ്ട്. അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. കോമഡി എന്നാൽ വർക്കൗട്ടായിട്ടുണ്ട്. ഇവരെ 3 പേരെ പെർഫോമൻസും, ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര, രസമുണ്ടായിരുന്നു. ഇവരെ കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. അർജുൻ അശോകൻ വരുമ്പോഴാണ് പടത്തിൻ്റെ ഒരു ലെവൽ മാറുന്നത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഓക്കെ എവിടെയൊക്കെ എനിക്ക് അടികപ്പിയാരെ കൂട്ടുപണി വൈബ് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥ ചേഞ്ച് ചെയ്യലും ആ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് മിസ്റ്ററി നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ക്ലൈമാക്സോടനുബന്ധിക്കുമ്പോൾ അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, നമുക്ക് വേണ്ടതെല്ലാം ഈ മൂവിയിലുണ്ട്. കോമഡി ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, അത്യാവശ്യം ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. സോ തിയേറ്ററിൽ വന്ന് ഫാമിലിക്ക് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. എൻ്റെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര ഓക്കെ ആയിരുന്നില്ല, ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ലൈക്ക് ഓക്കെ സാറ്റിസ്ഫൈഡ്. അതായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവരെ 3 പേരെ കോമ്പിനേഷൻ സീൻസ് നൈസായിരുന്നു, രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനശ്വര നൈസായിരുന്നു. നമുക്ക് പൊതുവേ പുള്ളിക്കാർ ചെയ്ത് കാണാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ തോന്നുന്നത്. അർജുൻ അശോകൻ വരുമ്പോൾ പടത്തിൻ്റെ ഒരു മൂഡ് മാറുന്നുണ്ട്, രസമാണത്. ബാലു വർഗീസും നൈസായിരുന്നു. നല്ല പടം, 1 ടൈം വാച്ചബിളാണ്, നൈസാണ്. ഞാനത് ആക്ച്വലി ഇതിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പാടില്ലെന്ന് കരുതിയിട്ടാണ്. ആക്ച്വലി നല്ല മൂവിയാണ്, തീർച്ചയായിട്ടും കാണും. തീർച്ചയായിട്ടും നല്ല പടമാണ്, എക്സൈറ്റിംഗ് ആണ്. എല്ലാം കൊണ്ട് ഡയറക്ഷൻ ആയാലും ഇൻ്റർവെല്ലിന് നമുക്കൊരു നല്ലൊരു സസ്പെൻസ് തന്നിട്ടാണ് മൂവി മുന്നോട്ട് പോകുന്നത്.
ആക്ച്വലി കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല, എന്നാലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ചില കോമഡികൾ. അനശ്വര സൂപ്പർ ആയിട്ടുണ്ട്. അനശ്വരയുടെ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് പറയുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ട് മൂവി എല്ലാം കൊണ്ടും. കൂടുതൽ എനിക്കിഷ്ടം അർജുന അശോകൻ്റെ പെർഫോമൻസ് ആണ്. അർജുന അശോകൻ നല്ല സിനിമയായിരുന്നു. സസ്പെൻസ് എല്ലാവരും പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ. ആ സിനിമ ഉണ്ടായിരുന്നു, അടിപൊളി പടമാണ്, ഒരു വെറൈറ്റി ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും കാണണം, എൻ്റർടൈനിങ് ഉണ്ട്. പിന്നെ അത് 2-3 ട്വിസ്റ്റ് വരുന്നുണ്ട്. ഇൻ്റർവെല്ലൊക്കെ വേറെ ലെവലാണ്. നിങ്ങൾ കാണണം, പടം കാണണം, അടിപൊളിയാണ്. ഞാനൊരു വേറൊരു ആക്ടിങ് സംബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അഭിനയമാണ് താല്പര്യം. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ടിങ്ങിൽ കയറാനാണ് താല്പര്യം. അത് വേറെ, ഇത് വേറെ.